കേരള രാഷ്ട്രീയത്തിലെ ചതുരംഗക്കളത്തിൽ ഇന്നലെ നിർണായകമായ ഒരു നീക്കം കൂടി നടന്നിരിക്കുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുമുന്നണിക്കും നൽകിയ പരസ്യ പിന്തുണയോടെ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയഗതി തന്നെ മാറിയിരിക്കുകയാണ്. ഇന്നലെ നടന്ന അയ്യപ്പ സംഗമവേദിയിൽ മുഴങ്ങിയത് പിണറായി വിജയനുള്ള ശക്തമായ പിന്തുണയായിരുന്നു. ഇന്നലെ നടന്ന അയ്യപ്പ സംഗമവേദിയിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ശക്തമായ പിന്തുണയാണ് പ്രഖ്യാപിച്ചത്. ഞാൻ പിണറായി വിജയന്റെ ഭക്തനാണ് എന്ന് തുറന്നു പറഞ്ഞ അദ്ദേഹം അടുത്ത തവണയും പിണറായി തന്നെ മുഖ്യമന്ത്രിയാകുമെന്നും മറ്റാരും ആ സ്ഥാനത്തേക്ക് വന്നിട്ട് കാര്യമില്ലെന്നും തുറന്നടിച്ചിരുന്നു. ഇടതുമുന്നണിയിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള നേതൃശേഷി പിണറായിക്ക് മാത്രമേ ഉള്ളൂ എന്നും UDF തമ്മിലടിച്ച് അപ്രസക്തരായിക്കൊണ്ടിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. പിണറായി വിജയൻ 2 തവണ ശബരിമലയിൽ വന്നിട്ടുണ്ടെന്നും ഭക്തനല്ലാത്ത ഒരാൾക്ക് അതിന് കഴിയില്ലെന്നും കമ്മ്യൂണിസ്റ്റുകാരിൽ 90% അയ്യപ്പ ഭക്തരാണെന്നും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വിശ്വാസത്തെയും അദ്ദേഹം പിന്തുണച്ചിരുന്നു. വെള്ളാപ്പള്ളിയുടെ ഈ പിന്തുണ ഇടതുമുന്നണിക്ക് നൽകുന്നത് വലിയ പ്രതീക്ഷകളാണ്. എന്നാൽ പ്രതിപക്ഷ നിരയിൽ ഇത് സൃഷ്ടിക്കുന്നത് കനത്ത ആശങ്കയും ആശയക്കുഴപ്പവുമാണ്. വെള്ളാപ്പള്ളി നടേശന്റെ പ്രഖ്യാപനം ഒരേ സമയം UDFനും BJPക്കും ഏറ്റ കനത്ത പ്രഹരമാണ്. ഈഴവ സമുദായ വോട്ടുകൾ ലക്ഷ്യമിട്ട് കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനും UDFനും ഈ നീക്കം വലിയ തിരിച്ചടിയായി. സമുദായ നേതാക്കളെ പ്രീണിപ്പിച്ച് കൂടെ നിർത്താമെന്ന അവരുടെ വ്യാമോഹങ്ങൾക്കാണ് വെള്ളാപ്പള്ളി തിരശ്ശീലയിട്ടത്. നാളിതുവരെ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കാൻ സമുദായ കാർഡിറക്കി കളിച്ച UDFന്റെ തന്ത്രങ്ങൾ ഇനി വിലപ്പോവില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. വെള്ളാപ്പള്ളിയുടെ പിന്തുണയോടെ LDF സർക്കാർ സമുദായ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിരുന്നു. മറുവശത്ത് ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം എന്ന തങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ അജണ്ടയ്ക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ് BJPക്ക് ഇത്. BDJS എന്ന പാർട്ടിയെ മുന്നിൽ നിർത്തി ഈഴവ വോട്ടുകൾ NDA പാളയത്തിലേക്കാക്കാമെന്ന് കണക്ക് കൂട്ടിയ BJPക്ക് SNDP യോഗത്തിന്റെ അമരക്കാരൻ തന്നെ ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞതോടെ അടിത്തറ ഇളകി. വെള്ളാപ്പള്ളിയുടെ ഈ നീക്കം BDJSന്റെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ഇനി എന്ത് തന്ത്രം മെനയുമെന്നറിയാതെ BJP നേതൃത്വം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വെള്ളാപ്പള്ളിയുടെ പിന്തുണയില്ലാതെ ഈഴവ വോട്ടുകളിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാൻ BDJSന് സാധിക്കില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. ഇവിടെയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പക്വത വീണ്ടും തെളിയിക്കപ്പെടുന്നത്. സമുദായ സംഘടനകളോട് പ്രത്യയശാസ്ത്രപരമായ അകലം പാലിച്ച് പഴയ കമ്മ്യൂണിസ്റ്റ് രീതികളിൽ നിന്ന് മാറി അവരെ വിശ്വാസത്തിലെടുത്ത് കൂടെ നിർത്തുന്ന പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഉസ്താദായി പിണറായി വിജയൻ മാറിക്കഴിഞ്ഞു. ഭരണ തുടർച്ച നേടിയതിന് ശേഷം സമുദായ നേതാക്കളുമായി അദ്ദേഹം പുലർത്തിയ ഊഷ്മളമായ ബന്ധമാണ് ഇപ്പോൾ ഫലം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ നവോത്ഥാന സന്ദേശങ്ങളുടെ യഥാർത്ഥ പിൻഗാമികൾ തങ്ങളാണെന്ന് സ്ഥാപിക്കാൻ ഇടതുപക്ഷത്തിന് ഈ പിന്തുണ ഊർജം നൽകും. വർഗീയതയ്ക്കും ജാതി വിവേചനത്തിനുമെതിരെ നിലകൊള്ളുന്ന സർക്കാർ എന്ന പ്രതിച്ഛായ ഊട്ടിയുറപ്പിക്കാൻ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ പിണറായിക്ക് സഹായമാകും. ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ തിരിഞ്ഞവരിൽ ഒരു വിഭാഗത്തെ തണുപ്പിക്കാനും ഈ നീക്കത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. അയ്യപ്പ സംഗമവേദിയിൽ വെച്ച് തന്നെ വെള്ളാപ്പള്ളി സർക്കാരിനെ പിന്തുണച്ചത് ശബരിമല വിവാദം ഇനി രാഷ്ട്രീയമായി ഏശില്ലെന്ന സന്ദേശം കൂടിയാണ് പ്രതിപക്ഷത്തിന് നൽകുന്നത്. കേരളത്തിലെ 40-ലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായകമായ സ്വാധീനമുള്ള വോട്ട് ബാങ്കാണ് ഈഴവ സമുദായത്തിന്റേത്. പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് ശക്തമായ പിന്തുണ നൽകിയിരുന്ന ഈ വോട്ട് ബാങ്കിൽ കഴിഞ്ഞ ദശാബ്ദത്തിൽ BJP കാര്യമായ വിള്ളലുണ്ടാക്കിയിരുന്നു. എന്നാൽ വെള്ളാപ്പള്ളി നടേശന്റെ ഈ തുറന്ന പിന്തുണയോടെ ആ വോട്ടുകൾ ഇടതുപാളയത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. വെള്ളാപ്പള്ളിയുടെ ആഹ്വാനം അണികളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് കണ്ടറിയണം. എങ്കിലും സമുദായത്തിന്റെ പൊതുവികാരം ഇടതുപക്ഷത്തിന് അനുകൂലമാകാൻ ഈ പ്രഖ്യാപനത്തിന് സാധിക്കും. SNDP യോഗത്തിന്റെ ശാഖാതലങ്ങളിലുള്ള പ്രവർത്തകരിലേക്കും സാധാരണ അംഗങ്ങളിലേക്കും ഈ സന്ദേശം എത്തുമ്പോൾ അത് വോട്ടായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലും തെക്കൻ കേരളത്തിലും ഇത് LDFന് വലിയ മുന്നേറ്റമുണ്ടാകാൻ സഹായിക്കും. വെള്ളാപ്പള്ളിയുടെ പിന്തുണയോടെ LDFന് മുന്നിൽ തുറന്നു കിട്ടിയിരിക്കുന്നത് ഒരു സുവർണ അവസരമാണ്. വികസന നേട്ടങ്ങൾക്കൊപ്പം സാമൂഹ്യ സമവാക്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കും. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു സർക്കാരാണ് തങ്ങളുടേതെന്ന് വ്യക്തമാക്കാൻ ഈ അവസരം അവരെ സഹായിക്കും. പ്രതിപക്ഷം ദുർബലമാവുകയും സമുദായ നേതാക്കൾ സർക്കാരിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യം ഇടതുമുന്നണിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. വെള്ളാപ്പള്ളിയുടെ ഈ നീക്കം കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല,
മറിച്ച് കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണയിക്കുന്ന നിർണായകമായ ഒരു ചുവടുവെപ്പാണ്. പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവിന് കീഴിൽ ഇടതുപക്ഷം കൂടുതൽ ശക്തമാവുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ഈ പിന്തുണ വോട്ടായി മാറിയാൽ അടുത്ത തിരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് അനായാസ വിജയം നേടാനാകുമെന്നതിൽ സംശയമില്ല. കാലം അത് തെളിയിക്കും.